നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടല്ലോ. അപ്പം ഭാഗം 1ഉം 2ഉം ഒക്കെ രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 4-5 ഭാഗമായിട്ടാണ് ഇന്നത്തെ കഥ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം കൂടുതൽ ലെങ്ത് ആയതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിന് മുമ്പത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലെ തന്നെ 1ഉം 2ഉം ഭാഗം എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം കാണുന്നവർ മറക്കാതെ കാണുകയും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് കേട്ടോ. കാരണം വേദയുടെ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുക. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കഥ കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒടുവിൽ വേദയുടെ മുറിയിൽ നിന്നും രാധികയുടെ അമ്മായിമ്മ പുറത്തേക്കും കൂടെ ഇറങ്ങി പോവാണ്. ആ സമയത്താണ് വേദയുടെ മുറിയിലേക്ക് ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്ന് വേദയൊന്ന് പരിശോധിച്ച് നോക്കി. അങ്ങനെ പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇപ്പം പ്രശ്നമൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ ഒരു ടോണിക് കൂടെ ഞാൻ വേദയ്ക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ അരുണ സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ ആ ടോണിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് വേദയോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. വേദ വന്നപ്പം മുതൽ വേദയുടെ കൂടെ വേറെ ആരും കാണുന്നില്ല. അല്ല ഇപ്പോൾ വേദയുടെ കൂടെ ആരും ഇല്ലെന്ന് ചോദിച്ചു. അല്ല എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അല്ല ഫ്രണ്ടിനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ഹസ്ബൻഡ്. പെട്ടെന്ന് വേദയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ആ സമയത്ത് അരുണ സിസ്റ്റർ പറഞ്ഞു, അതെ വേദയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഡോക്ടർ, പുറത്താന്ന് പറഞ്ഞു. പുറത്താണോ? വേദ അപ്പോഴേക്കും ഒന്ന് ചിരിച്ചു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരിക്കും അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് ജോലി കിട്ടി പുറത്തേക്ക് പോയി കാണുമല്ലേ? അപ്പം അതല്ലേ സംഭവം. വേദ തന്നെയുള്ളൂ. കൂട്ടുകാരെ ഏൽപ്പിച്ച് കാണും. പിന്നെ വീട്ടുകാരെ വിളിക്കാനുള്ള പുതിയ ബുദ്ധിമുട്ട് കാണുമായിരിക്കും വേദയ്ക്ക്. അതുകൊണ്ടായിരിക്കും വീട്ടുകാരെ കാര്യങ്ങളൊന്നും അറിയിക്കാത്തത്. അത് കേട്ടപ്പം വേദയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഒന്നും പറയാൻ വേദ പോയില്ല. അപ്പോഴേക്കും അരുണ സിസ്റ്റർ പറഞ്ഞു, അത് പിന്നെ പറയാനുണ്ടോ? ആഹാ, അപ്പം എല്ലാ കാര്യങ്ങളും അരുണ സിസ്റ്റർക്ക് അറിയാല്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു. അല്ല പിന്നെ അതെ, സ്നേഹിച്ച കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേനുവേ ആ ഒളിച്ചോടി കഴിയുമ്പോൾ വീട്ടുകാരൊന്നും കാണത്തില്ല. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് വരത്തോളന്നേ. ഡെലിവറിക്ക് മുമ്പ് ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ അപ്പൂമാരും അമ്മൂമാരും ഒക്കെ ഓടി വരും. അയ്യോ എൻ്റെ കുഞ്ഞ്, എൻ്റെ ചായ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സ്നേഹം കൊണ്ട് മൂടും. പക്ഷെ അതുവരെ ആരും വരത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആഹാ ചട്ടർ ബട്ടർ കൊള്ളാലോ എന്ന് പറഞ്ഞ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുക. അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, വേദ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്നാണെങ്കിലും കുഞ്ഞ് പറന്ന് കഴിയുമ്പോഴത്തേനും വേദയെ കാണാനായിട്ട് അവരൊക്കെ വരും. വേദയുടെ വീട്ടുകാർ വരും. പിന്നെ ഇപ്പം വേദ അനുഭവിക്കുന്ന ഈ വേദന ഉണ്ടല്ലോ, അത് ഭർത്താവ് അവിടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. വേദ ഹോസ്പിറ്റലിലാണല്ലോ. അടുത്തുണ്ടായിരിക്കേണ്ട സമയത്ത് ഇരിക്കേണ്ട വരുന്നൊരു സാഹചര്യം, അത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അനുഭവിച്ചവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വേദയുടെ അച്ഛനായിരിക്കും വേദയെ കാണാനായിട്ട് ആദ്യം വരുന്നത്. അത് കേട്ടും വേദ ഇങ്ങനെ നോക്കി. അതെന്താന്ന് വെച്ചാലേ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്താണെന്നറിയാവോ? പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് പെൺമക്കളോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഈ പറയുന്ന ആണുങ്ങൾക്ക് പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്താനൊന്നും സാധിക്കില്ല. അവർക്ക് അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളില്ല. പക്ഷേങ്കിൽ അവരുടെ ഭാര്യമാർ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ ഒരു വേദനയും വിഷമവും അവർക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം സ്വന്തം മകൾ പ്രസവിക്കുമ്പോൾ ആ ഒരു വേദന അച്ഛനറിയാനായിട്ട് സാധിക്കും, മകളുടെ വേദന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, മകൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും വേദയെ കാണാൻ വരും. അല്ലെങ്കിൽ വേദ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. വേദയുടെ കുഞ്ഞിനെ എല്ലാവരും കാണും, അധികം വൈകാതെ എല്ലാവരും വരൂ എന്നൊക്കെ പറഞ്ഞ് വേദയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ ഡോക്ടർ സിസ്റ്ററും കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും വേദ ഇങ്ങനെ വയറ്റത്ത് കൈവച്ചിങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, നിനക്കെല്ലാവരും ഉണ്ട്, ആരും ഇല്ലാതൊന്നുമില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് അവരെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നേ. നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ പോന്നതാ. നിനക്കെല്ലാവരും ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞെ. ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ മനസ്സ് കുറേ നാളുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പം വേദ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമോ. 9 മാസമായി. 1-2 ദിവസത്തിനുള്ളിൽ വേദയുടെ പ്രസവം കാര്യങ്ങളൊക്കെ നടക്കും. ഇതേ സമയത്ത് കോടതി വെളുപ്പിൽ ശ്രീകാന്തും അതുപോലെ ദർശനം തമ്മിൽ കണ്ടുമുട്ടുവാണ്. ആ സമയത്ത് ദർശൻ ശ്രീകാന്തിനോട് ചോദിച്ചു, അല്ല ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചോ? അപ്പോൾ വേദ ഡൽഹിയിലുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പോകാതിരിക്കാൻ പറ്റില്ല, ആ വീഡിയോയിൽ നിന്ന് വ്യക്തമല്ലേ അവൾ ഗർഭിണിയാന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പം ദർശൻ പറഞ്ഞു, അത് ശരിയാ, പിന്നെ നമുക്ക് 2 പേർക്ക് മാത്രമേ ഈ കാര്യം അറിയത്തുള്ളൂ, പുറമെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ദർശൻ പറഞ്ഞു, അത് ശരിയാ,
ശ്രീകാന്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അവളെ കണ്ടെത്തണം. പിന്നത്തെ കാര്യങ്ങൾ പിന്നെ. കാരണം അവളുടെ മനസ്സിലൊരു ചിന്ത കാണും, ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ക്ലെയിം പൂർത്തിയാകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന്, സ്വത്തുക്കളൊക്കെ കൈയടക്കാനായിട്ട്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാനും അങ്കിളും കൂടെ കുറേ നാൾ പരിശ്രമിച്ചേ. എനിക്കൂടെ അവകാശപ്പെട്ട് ഒന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ അറിയാലോ ദർശൻ കാര്യങ്ങളൊക്കെ. അവളും കൂടെ ചേർന്നിട്ടാണ് ദർശൻ്റെ അച്ഛനെ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് ഈ സ്വത്തുക്കളിലും കാര്യങ്ങളൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വേദ അവൾ എന്നെ ചതിച്ചു. അവൾ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാനത് കാര്യമാക്കില്ല. കാരണം എന്നിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും എല്ലാത്തിനും അവളോടൊപ്പം ഞാൻ നിന്നാ. പക്ഷെ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് അവൾ വിക്രത്തോടൊപ്പം കൂട്ടുനിന്നു. ആ ചതി എനിക്ക് ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും ഒന്നല്ല. അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ ദർശൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ദർശനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുക ശ്രീകാന്ത്. ഈ പറയുന്ന ദർശന്റെ അച്ഛനെ കൊന്നത് വിക്രം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട്. അത് ശ്രീകാന്താന്നുള്ള കാര്യം ദർശൻ ഇതുവരെയായിട്ട് ഒട്ടും മനസ്സിലായതുമില്ല. വേദ വന്നാലേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. ദർശൻ ഇപ്പോഴും അതുകൊണ്ട് ഈ പറയുന്ന വിക്രത്തോടും വേദയോടും ഒക്കെ വൈരാഗ്യമാണ് താനും. അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദർശൻ പറഞ്ഞു, ദേ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതാരാ? നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണനാണ് അങ്ങോട്ട് വരുന്നത്. ദേ നിങ്ങളുടെ അച്ഛൻ തന്നെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, കൊള്ളാം. അതെ, ഒരുത്തനെ അകത്ത് കിടക്കുന്ന ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിൻ്റെ കുപ്പായം ഊരി വെച്ച് വക്കീൽ കുപ്പായമാണ് എൻ്റെ അച്ഛന്. എന്താണ് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു കാഴ്ച. കാരണം വീട്ടിലേക്ക് എനിക്ക് അനുവാദം ഇല്ലല്ലോ കയറി ചെല്ലാനായിട്ട്. അതുകൊണ്ടൊന്ന് കണ്ടു കളയാം. വാദർശൻ ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാന്നേ? നമുക്കൊന്ന് കണ്ടുമുട്ടിയിട്ട് വരാടോ എന്നും പറഞ്ഞുകൊണ്ട് ദർശനം കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശങ്കരനാരായണൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. കാരണം അന്നത്തെ ഒരു ദിവസം അവൻ ചെയ്ത ക്രൂരത, വിക്രത്തിൻ്റെ കൈയും പിടിച്ച് വേദ ഇറങ്ങുന്ന സമയത്ത് തന്നോട് പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ തിരികെ വരും അച്ഛാ, വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും. അന്ന് പോയതാണ്, എല്ലാ സത്യങ്ങളും തെളിയിക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ കാണുന്ന അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശങ്കരനാരായണൻ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. വിക്രം ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ശങ്കരനാരായണൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിക്രത്തിന് വേണ്ടിയിട്ട് വക്കീൽ കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. ജഡ്ജി സ്ഥാനം പോലും വേണ്ടെന്ന് വെച്ചിട്ട് വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീകാന്തും ദർശനവും കൂടെ അങ്ങോട്ട് എത്തി. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, ഞാനും നിങ്ങളുടെ രക്തം തന്നെയാ, നിങ്ങൾക്കൊരു മോള് മാത്രമല്ല ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനെ നോക്കിയിട്ട് ശങ്കരനാരായണൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ രക്തത്തിൻ്റെ ശുദ്ധി നീ കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ രക്തത്തിൻ്റെ ശുദ്ധി സ്വന്തം അളിയനെ കൊന്നവനെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വക്കീൽ കുപ്പായം അണിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ പറഞ്ഞു, വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. ഇനി എങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധം അവന് സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ദർശൻ പറഞ്ഞു, അങ്കിളെ അവനങ്ങനെ ചെയ്തിട്ടുണ്ട്, അവനെ പുറത്തിറക്കാൻ വേണ്ടി അങ്കിള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഗുമസ്തൻ വന്നിട്ട് ദർശനോട് പറഞ്ഞു, സാറേ നമ്മുടെ കേസ് വിളിക്കാറായെന്ന് പറഞ്ഞു. എങ്കിൽ ശരി എന്നും പറഞ്ഞിട്ട് ദർശനം അങ്ങോട്ടേക്ക് പോയി കാണാം അങ്കിളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് ശ്രീകാന്ത് നോക്കി ശങ്കരനാരായണനെ, എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പണിക്കത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ മോളുണ്ടല്ലോ അവളെയും കൂട്ടിക്കൊണ്ട് ജീവനോടെങ്കിൽ ജീവനോടെ, മരിച്ചാണെങ്കിൽ അങ്ങനെ, എന്തിനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അതിന് അവളെ നിനക്ക് കിട്ടിയിട്ട് വേണ്ടേ? അവൾ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണം കാണൂടാ. അവൾ വരുന്നത് വെറുതെ ആയിരിക്കില്ല, നിനക്കിട്ടുള്ള പണിയായിട്ടായിരിക്കും അവൾ വരുന്നത്. അതെ അതെ, വമ്പ സർപ്രൈസ് അവൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്, അതെനിക്ക് മനസ്സിലായി. അവളെ ഞാൻ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുക. അവളെയും കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ ഫ്രീസറിനകത്തായിരിക്കും കൊണ്ടിരുന്നത്. കരുതിയിരുന്നോ നിങ്ങൾ? അന്ന് നിങ്ങൾക്ക് പലതിനും കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണനെ വെല്ലുവിളിച്ചിട്ടാണ് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ഇതേ സമയത്ത് വേദയെ അന്വേഷിച്ച ഹോസ്പിറ്റലിലേക്ക് ശ്രീകാന്ത് അയച്ച ഗുണ്ടകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിലും ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത്. അങ്ങനെ അവർ വേദയുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടേക്ക് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഒടുവിൽ ആ മുകളിലേക്ക് വന്ന് അന്വേഷിക്കാമെന്ന് കരുതി വരുമ്പോഴത്തേനുമാണ് തരുൺ അയ്യർന്ന എന്ന ACP അയാളുടെ ഭാര്യയും കൊണ്ട് നേരെ റൂമിലേക്ക് വരുന്നത്. അപ്പം ഇത്ര സമയം അവർ ICUലായിരുന്നു. അപ്പം വേദ കിടക്കുന്ന ഒരു ഷെയറിംഗ് റൂമിലാണ്. അപ്പം രണ്ടുപേരുള്ള റൂമിലാണ്. അപ്പം വേദയുടെ റൂമിലേക്ക് വരുന്നത് ആ ACPയുടെ ഭാര്യയാണ്, അവരാണ് വരുന്നത്. അങ്ങനെ
അവരെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഈ സമയത്ത് ACPയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും, പോലീസ് വേഷത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ഗുണ്ടകൾ ഭയന്നു പോയി. കാരണം അവർക്കൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഈ തരുൺ എന്ന് പറയുന്ന ACP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദേ തരുൺ ദേവാങ്ക് ഇത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഇവിടെ നിന്നിട്ടുണ്ട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി. ആ സമയത്ത് തരുണിൻ്റെ ഭാര്യ രാധികയെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. 2 ഷെയറിംഗ് റൂമല്ലേ, 2 പേരുടെ ഇടയ്ക്ക്, 2 ബെഡിൻ്റെ ഇടയ്ക്ക് ഒരു കർട്ടൻ ഉണ്ട്. അപ്പോൾ കർട്ടൻ ഇച്ചിരി നീങ്ങി കിടക്കും. അപ്പോൾ ഏതെങ്കിലും പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ ACP ഉണ്ട്, പിന്നെ മുമ്പേ സംസാരിച്ച രാധിക എന്ന് പറഞ്ഞ അവരുടെ അമ്മയുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോഴത്തേനും രാധികയോട് തന്നെ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല തരണേട്ട. ആ സമയത്തല്ലേ ACPയുടെ ഫോൺ ബില്ലടിക്കുന്നുണ്ട്. അയാൾ എടുക്കുന്നില്ല. ഇടയ്ക്ക് അയാൾ വെറുതെ ഇപ്പുറത്തേക്ക് നോക്കി. അപ്പോൾ ആ വെടിവിൽ കൂടെ വേദയുടെ മുഖം ഇത്തിരി കണ്ടു. പെട്ടെന്ന് അയാൾ ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചിട്ടു. വേദ എന്ത് ചെയ്തു? വല്ലാതെ പോയി. വേദ ഒന്നും അനങ്ങാതങ്ങ് തിരിഞ്ഞ് കിടക്കുകയോ ചെയ്തത്. ഈ സമയത്ത് ACP തൻ്റെ ഭാര്യയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ വേദ എന്ത് ചെയ്തു? സ്വന്തം വയറിൽ ഇങ്ങനെ തഴുവിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭർത്താവ് അടുത്ത് വേണ്ട സമയമാണ്. പക്ഷെ ആരുമില്ലല്ലോ അപ്പുറത്ത്. അയാൾ ACP അയാളുടെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന കെയറിങ് കൊടുക്കുന്നു. പക്ഷേ വേദയ്ക്ക് സങ്കടമൊന്നും തോന്നിയില്ല. വേദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്നൊന്ന് പുറത്തു കൊണ്ടുവരണമെന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകരം വീട്ടണം. അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞും പുറത്തു വന്നേ മതിയാവുള്ളൂ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. ആ സമയത്ത് തരുണിൻ്റെ അമ്മ പറഞ്ഞു, എത്ര സമയമാണ് നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്? നീ ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യുക. അത് ഓഫീസിൽ നിന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പിന്നെ നീ പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യങ്ങളൊക്കെ. അമ്മ അത് നീ പൊയ്ക്കോടാ, ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ACP അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ ഒരുങ്ങുവാണ് അവർ. ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ശ്രീകാന്ത് പറഞ്ഞു, ശരി കയറി വരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ജയിലിലെ വാർഡൻ അങ്ങോട്ട് വന്നു. എടോ എത്രയായി പറയണേ, ഇതുവരെയായിട്ടും അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലല്ലോ. അവനെ ജയിലിലിട്ട് തീർക്കാൻ പറ്റുന്ന ആരും ഇല്ലേന്ന് ചോദിച്ചു. സാറേ ഒരാളുണ്ട്, നാളെ ഒരുത്താൻ പരോള് കഴിഞ്ഞ് തിരിച്ചു കയറുക. ആരാടോ അവന്? അത് പിന്നെ പേര് കേട്ടാ സാറിന് മനസ്സിലാവും. താൻ ആരാന്ന് പറ. അത് മർമാണി ബൈജുവാന്ന് പറഞ്ഞു. ഏതവനാണെങ്കിലും ശരി, അവനെ തീർക്കും. അവനവിടെ ഇവനെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, അവനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മർമാണി ബൈജു അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അറിയാലോ, എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യം തീർക്കണം. സാറേ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലട്ടെ, അവന് വേണ്ടുന്ന ഡോസ് ഞാൻ കൊടുത്തോളാം. ആദ്യം നമ്മുടെ പിള്ളേരെ വിട്ട് അവനെ ഒന്ന് തോണ്ടിക്കാം. അതിനുശേഷം അവൻ ഏറ്റുമുട്ടാൻ വരുമല്ലോ, ആ സമയത്ത് അവൻ്റെ കഥ ഞാൻ കഴിച്ചോളാം. അപ്പം പിന്നെ പ്രശ്നമില്ല. അതെന്താന്ന് വെച്ചാൽ നീ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. അറിയാലോ, അതൊക്കെ ഞാൻ ഏറ്റു സാറേ. ഒരു കാര്യം തീരുമാനിച്ചു തന്നെയാന്ന് പറഞ്ഞു. അതൊരു മാറ്റം ഉണ്ടാകത്തില്ല. പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ വാർഡനെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അത് ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് മദ്യത്തിൽ കൂടി കുറച്ച് മദ്യം എടുത്ത് കുടിച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് പോകുന്നത്. എന്തൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഇച്ചിരി അകത്തില്ലെന്ന് നല്ലതാ സാറേ എന്ന് പറഞ്ഞിട്ടാണ് ബൈജു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് ശ്രീകാന്ത് വാർണിയോടിച്ചു, അല്ല ഇവൻ ശരിയാകൂലോ അല്ലേ? ഒരു കുഴപ്പമില്ല സാറേ, ഇവനൊരു കാര്യം ഏറ്റാ 3-4 കൊലക്കേസുകളിലെ പ്രതിയാ. പരോളിലിറങ്ങി നാളെ അങ്ങോട്ട് കയറാൻ പോവാ. അതോർത്തിട്ട് സാറ് പേടിക്കണ്ട, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ വിക്രത്തിനെ കൊല്ലാനായിട്ട് വീണ്ടും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ശ്രീകാന്ത്. കാരണം അവൻ അകത്ത് കിടക്കുന്ന ആപത്താന്നുള്ള കാര്യം അറിയാം. ഇതേ സമയത്ത് വേദയുടെ അരിയിലേക്ക് തരുണിൻ്റെ അമ്മ വരുവാണ്. അപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളിത് കഴിക്കാൻ പറഞ്ഞു. വേണ്ടമ്മേ, എനിക്ക് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മോളിത് കഴിക്കുക. ഈ സമയത്ത് നന്നായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേദയ്ക്ക് തൻ്റെ സ്വന്തം അമ്മ അടുത്ത് വന്നിരുന്ന് തരുന്ന പോലെയാണ് തോന്നിയത്. വേദയോടെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ പിന്നീട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് രാധയ്ക്ക്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട മോളെ, ചില സമയത്ത് ബോധം വരും, ചില സമയത്ത് ബോധം കാണത്തില്ല, ചില സമയത്ത് അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കും. കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവളുടെ കാര്യം അങ്ങനെയല്ല. അലറി വിളിച്ചു ഇച്ചിരി കഴിയുമ്പോഴത്തേനും ആളങ്ങോട്ട് ശാന്തമാകും. ഓർമ്മയും കാര്യങ്ങളൊന്നും ചില സമയത്തൊന്നും ഉണ്ടാവത്തില്ല. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കര പാവമാണ് രാധിക. ഈ തരുണിനെ വിവാഹം കഴിച്ച് അവൾ വീട്ടിലേക്ക് വരണ സമയത്തുണ്ടല്ലോ, അവൾക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും പേടി തന്നെയാണ്. അവൾക്കാണെങ്കിലോ ബ്ലഡ് കണ്ട തല ഇറങ്ങും. അങ്ങനത്തെ ഒരു ഇതാണ് അവൾ. പക്ഷെ തരുണ് നേരെ തിരിച്ചു വേണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരണ സമയത്ത് ഒരു പല്ലി വാല് മുറിച്ച് ചാടി. അവൾ ആകെപ്പാടെ പേടിച്ച് കിടന്ന് അലറി വിളിച്ചു. അങ്ങനത്തെ ഒരാളാണ് അവൾ. അത്രയ്ക്ക് ഭയവും കാര്യങ്ങളോ. അതുകൊണ്ട് തരുണാണെങ്കിലോ അവളോട് ഓഫീസിലെ കാര്യങ്ങളോ
അല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് വന്ന് ഷെയർ ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ എൻ്റെ ഹസ്ബൻഡ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ ചോദിച്ചു, അല്ല അമ്മയുടെ ഭർത്താവ് എന്തേന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് DYSP ആയിരുന്നു. ഞങ്ങൾ ആസാമിലായിരുന്ന സമയത്താണ് തരുൺ എനിക്ക് പിറക്കണേന്ന് പറഞ്ഞു. എനിക്ക് മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ രൂപം എനിക്ക് ഓർമ്മ വന്നേന്ന് പറഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, ആസാമിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. ആ സമയത്താ അദ്ദേഹം നല്ല ബോൾഡായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞാനും. എല്ലാ കാര്യങ്ങളും എന്നോട് പറയായിരുന്നു. അദ്ദേഹം പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക്കുള്ള ജോലിയല്ലേ, പല പല ഗുണ്ടകളെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ചും എല്ലാം എന്നോട് വന്ന് പറയും. ഈ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി വേദ അത് കേട്ടോണ്ടിരിക്കുകയാണ്. മോൾക്കറിയാവോ, ആള് നല്ല ധൈര്യശാലിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. എന്നോട് എല്ലാ കാര്യങ്ങളും വന്ന് പറയും. അത്ര സ്നേഹമായിരുന്നു താനും. അല്ല എന്നിട്ട് ആ അച്ഛനിപ്പോൾ എന്തേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അതെ ആ കഥയെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മി ആ കഥ പറയാണ്. അങ്ങനെ എന്നെ പ്രസവത്തിന് കയറ്റി. പ്രസവത്തിന് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടൊരു കോള് വന്നു. പെട്ടെന്ന് തന്നെ പോവേണ്ടതായിട്ട് വന്നു. അതെ ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് തിരികെ പോയ ആളാ. പെട്ടെന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി. പക്ഷേങ്കിൽ എൻ്റെ ഡെലിവറി സമയത്തും ആളുണ്ടായിരുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നില്ല. പക്ഷെ എനിക്കറിയണ്ടായിരുന്നില്ല. അതെ ആ ഹോസ്പിറ്റലിലെ ഒരു തണുത്ത മുറിയിൽ, ഒരു മോർച്ചറിയിൽ ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം എന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രസവം കഴിയാതെ അവളോട് കാര്യങ്ങളൊന്നും പറയരുതെന്ന്. പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ ഞാൻ മരിച്ചെന്നുള്ള കാര്യം പറയാവുള്ളെന്ന്. കാരണം അദ്ദേഹം മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടോ ആരും എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനെ കൊണ്ടും അവളെ കൊണ്ടും വേണം എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിക്കാനെന്ന്. സാധാരണ പെണ്ണുങ്ങളാരും അങ്ങനെ ചിതയ്ക്ക് തീ കൊളുത്തുന്നതല്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യമാരെ കൊളുത്തുന്നതല്ല. പക്ഷെ ഇവിടെ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ കുഞ്ഞിനെ കൈ പിടിച്ച്, എൻ്റെ കുഞ്ഞിനെ കൈ ഓർമ്മ ഇറക്കുന്നതിന് മുമ്പ് അവൻ്റെ കൈ പിടിപ്പിച്ച് ഞാൻ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതൊക്കെ ഇന്നലെ പോലെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ആ കഥകളൊക്കെ കേട്ട എൻ്റെ മോൻ വളർന്ന്. എൻ്റെ മോൻ അതുകൊണ്ട് ആള് ബോൾഡാ എന്നൊക്കെ പറഞ്ഞു. മോളെ ഇനിയും കുറേ ദൂരം തരണം ചെയ്യാനുണ്ട്. എനിക്ക് മോളെ കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ ഓർമ്മ വന്നേ. അന്ന് ആസാമി വെച്ച് ഞാൻ തനിച്ചുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. മോൾ ഇനിയും കുറേ ദൂരം തരണം ചെയ്യാനുള്ള, തളർന്നു പോകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് രാധിക അവിടെ നിന്ന് അമ്മയെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് സേതുലക്ഷ്മി അങ്ങോട്ട് ഓടിച്ചെന്ന് എന്താ മോളെ എന്നൊക്കെ പറഞ്ഞ് മുടിയിഴകൾ ഇങ്ങനെ തലോടുവാണ്. ആ തലോടിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രാധിക വീണ്ടും മയക്കത്തിലേക്ക് വീണു. ഈ സമയത്ത് ഭേദയ്ക്ക് തോന്നി തൻ്റെ അമ്മ, അതായത് കമല അരികെ വന്നെന്ന് പറയുന്ന പോലെ, മോളെ നീ വിഷമിക്കൊന്നും ചെയ്യരുത്, ഇനി കുറേ ദൂരം നിനക്ക് മുന്നോട്ട് പോകാനുള്ള, ദേ ഇപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ അറിയാലോ, തളർന്നു പോവരുത് എന്ന്. അത് കേട്ടപ്പോൾ വേദയ്ക്ക് പെട്ടെന്ന് സങ്കടമായി. വേദ ചുറ്റും നോക്കി. അതെനിക്ക് തോന്നിയതാന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക്. ഈ സമയത്ത് കമല ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കമലയുടെ അടുത്തേക്ക് മാഷ് വന്നു. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, നമുക്ക് പോകണ്ടേ മാഷെ? അതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുമല്ലേ, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ മാഷെ ഇങ്ങനെ റൊട്ടീൻ ചെക്കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി ഇറങ്ങുന്നേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ ഡോക്ടർമാർ ഓരോ കാര്യങ്ങളും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറയും, നമ്മുടെ രോഗമെന്നും പറഞ്ഞുകൊണ്ട്. അതിലൊന്നും ഒരു കഥയില്ല, നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. ആണോ? അത് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് അതിൻ്റെ ഡോക്ടറെ കൂടെ കടാം, അപ്പോൾ പ്രശ്നങ്ങൾ മാറുമെന്ന് ചോദിച്ചു. എന്താ മാഷെന്നെ കളിയാക്കുവാണോ? കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൂടെ പോയി കാണാം. ഇനിയിപ്പോൾ എല്ലാവർക്കും തുറന്നു പറയാൻ, അതായത് ഭർത്താവിനോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത പല വിഷമങ്ങളും വേദനയും കാണില്ലേ, അങ്ങനെ അവർ അത് ഡോക്ടറോട് പറയും. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ ഡോക്ടറോട് പറ, നിന്റെ വേദനകളും വിഷമങ്ങളും മാറുവാണെങ്കിൽ മാറട്ടെ. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, മാഷേ അതങ്ങനെ മാറത്തില്ല, പിന്നെ എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് പകരം വേറൊരിടത്തേക്ക്, ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി, എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറുമെന്ന് പറഞ്ഞു. അതാരുടെ അടുത്തേക്കാ? വിക്രത്തിൻ്റെ അടുത്തേക്ക്. അത് കമലേ, ഈ ആഴ്ച തന്നെ ഞാനൊന്ന് പോയി കണ്ടല്ലേ അവനെ, പിന്നെ എങ്ങനെയാ മാഷേ? ഒന്ന് ആ ശങ്കർ സാറിനെ വിളിച്ചു ചോദിക്കുമോ, വേദടച്ചനെ വിളിച്ചു ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ കാണാനുള്ള പെർമിഷൻ കാണും. ബെസ്റ്റ്, നീ അവനെ പോയി കണ്ടു വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ നിനക്ക് കരച്ചിലും പിടിച്ചതും മാത്രമേ ഉള്ളൂ, ഒരാഴ്ചത്തേക്ക് പിന്നെ ഒരു സമാധാനം കാണത്തില്ല. അത് പിന്നെ മാഷിനറിയാലോ, നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മുടെ പിടിവിട്ടു പോകും. പിന്നെ ഈ കരച്ചിൽ ഒരു വിധത്തിലൊരു മരുന്ന് തന്നെയാണ്, നമ്മുടെ കുറേ വേദനകളും വിഷമങ്ങളും ഒക്കെ അത് മായ്ച്ചു കളയും. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അവനെ കാണാത്തതുകൊണ്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കാണാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം, ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ, ശങ്കർ സാറിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരനാരായണനെ വിളിക്കാനായിട്ട് പോയി.
ഒടുവിൽ ശങ്കരദാരനെ ഫോൺ വിളിക്കുകയാണ്. എന്താ മാഷെ, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് വിക്രത്തെ ഒന്ന് കാണാൻ പോകാനായിട്ട് ഒരു പെർമിഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. എന്താ പ്രത്യേകിച്ച്? അല്ല, ഞാൻ അവനെ ഒന്ന് പോയി കണ്ടതാ. ഇപ്പം കമല ഇവിടെ ഹോസ്പിറ്റലുണ്ട്. എന്തു പറ്റി? അതിപ്പോൾ അതേപോലെ റൊട്ടീൻ ചെക്കപ്പ് അതിനു വേണ്ടി വന്നാ. അവൾക്കാണെങ്കിൽ വിക്രത്തിനെ കാണണമെന്ന് ഒരേ ഒരു നിർബന്ധം. അപ്പം അതുകൊണ്ട് അതിനുള്ള പെർമിഷൻ കിട്ടുമോ അറിയാൻ വേണ്ടി. അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം. ആൻഡ്രൂസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. മാഷി പോയി കാണിച്ചോളാൻ പറഞ്ഞു. കമലയും കൂട്ടിക്കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് മാഷ് സാറേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്താ? പേരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപടി തന്നെ ശങ്കരനാരായണൻ പറഞ്ഞു. അതെ, വിക്രത്തെ കാണാൻ പോലുള്ള പെർമിഷൻ കിട്ടിയല്ലോ, പോയി കണ്ടോളാൻ പറഞ്ഞു. വേദയെക്കുറിച്ചുള്ള ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ്റെ മനസ്സിലേക്ക് വന്നത് ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. വേദയെക്കുറിച്ച് അവളെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരും, ഒന്നെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊണ്ടുവരും. വലിയ സർപ്രൈസുമായിട്ട് വരാനിരിക്കും അവൾക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ശ്രീകാന്ത് അവളെ കണ്ടെത്തി കാണുമോ എന്നൊരു ചിന്ത ആ സമയത്ത് ശങ്കരനാരായണൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ഫോണിൽ വിളിച്ചു വെച്ചിട്ട് നേരെ എന്ത് ചെയ്തു, കമലയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ കമലയുടെ അടുത്തേക്ക് വന്നിട്ട് കമലയോട് പറഞ്ഞു. അതെ, പേടിക്കൊന്നും വേണ്ട, അവനെ പോയി കാണാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. പിന്നെ ഒരു കാര്യം, അവനെ പോയി കണ്ടു കഴിഞ്ഞിട്ട് കരയാനൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞു. ഇല്ല. അല്ല, ശങ്കരൻ സാറിനോട് വേദയെക്കുറിച്ച് ചോദിച്ചോന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴത്തേന് സാറ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. നമ്മൾ നമ്മുടെ മോനെ ഓർത്ത് വിഷമിക്കുന്ന പോലെ തന്നെ അവർ വേദ ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും. ആരോട് പറയാനേ അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴേക്കും കമൽ പറഞ്ഞു. മാഷേ, ഞാൻ അവളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നും ഞാൻ അവളെക്കുറിച്ച് ഓർക്കും. എൻ്റെ ചിന്തകളിൽ അവൾ എന്നും വരാറുണ്ട്. അവളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും മാഷേ അവൾ നമ്മുടെ മുന്നിലേക്ക് വരാത്തെ? എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയണ്ടല്ലേ? ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? മാഷ് പറഞ്ഞ് എന്തേലും ഒരു കാരണം കാണും, ഇല്ലാതെ അവൾ വരാതിരിക്കില്ല. അവൾ വരുന്നൊരു സർപ്രൈസും കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവൾ മാറി നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും കമലെ. ഒന്നുമില്ലാതെ അവൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു. ശരിയായിരിക്കും, ഒന്നുമില്ലാതെ അവൾ അങ്ങനെ ചെയ്യില്ല. അവൾ ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ കമലയും പറയുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വാർഡൻ ആൻഡ്രൂസിൻ്റെ അടുത്തേക്ക് ജയിലത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു. അതെ, വിക്രത്തിനെ കാണാനായിട്ട് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു. ഒരു കാര്യം അനുവദിക്കാൻ പറഞ്ഞു. സാറേ, ഇത് വിസിറ്റേഴ്സ് ടൈം അല്ല. അപ്പം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൊള്ളാലോ. എടോ, ചില മാനുഷ്യ പരിഗണന എന്ന് പറഞ്ഞു ഒന്നുണ്ട്. വിക്രത്തിനെ കാണാൻ അച്ഛനും അമ്മയായിരിക്കും വന്നിരിക്കുന്നത്. അവർ കണ്ടിട്ട് പോട്ടെ. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് തനിക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ എന്താ, അവരെ അനുവദിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് മാഷും കമലയും കൂടെ വിക്രത്തിനെ കാണാനായിട്ട് അങ്ങനെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു. അങ്ങനെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതുപോലെ തന്നെ കമലയുടെ. പെട്ടെന്ന് കമല എന്ത് ചെയ്തു, ആ അഴികൾക്കുള്ളിൽ ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞപ്പോൾ വിക്രം കൂടെ കൈവച്ചു. മോനെ, നിന്നോട് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് നിന്നോട് സുഖമാണെന്ന് ചോദിക്കുന്നത്? ഇതിനകത്ത് നിൻ്റെ അവസ്ഥ. അമ്മ എന്തിനാ ഇങ്ങനെ കരയല്ലേ? മാഷു പറഞ്ഞു. ഞാൻ ഇവളോട് പറഞ്ഞതാ ഇപ്പം കാണാനായിട്ട് പോകണ്ടാന്ന്. പക്ഷെ ഇവള് കേൾക്കണ്ടേ? അല്ലമ്മേ, അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ എങ്ങനെയുണ്ട്? റൊട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരുവാടാ മോനെ. നിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷൻ മാത്രമേ ഉള്ളൂ. നിന്നെക്കുറിച്ചും വേദയെക്കുറിച്ചൊക്കെ ഓർത്തുള്ള ടെൻഷന്. അമ്മ സങ്കടപ്പെടാതിരിക്കുക. അമ്മ എന്തിനാ കരയണേ? അമ്മയുടെ കരഞ്ഞ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു. എടാ മോനെ, ഇനിയിപ്പം നിന്നെ കാണാൻ വരാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ എന്ത് വർത്താനോ പറയണേ? മാഷ് പറഞ്ഞു. ഇപ്പം ഇവള് വായെടുത്താൽ ഇങ്ങനെ തന്നെയാടാ മോനെ പറയണേ. ഞാൻ എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറത്തില്ല. അമ്മ ഇങ്ങനൊന്നും പറയരുത്. വേദ വരും, അധികം വൈകാതെ വേദയും വരും. കണ്ടു, ഞാൻ അകത്തായതുകൊണ്ട് അവൾ വരാത്തെ. ഞാൻ പുറത്തിറങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ടും അവൾ എൻ്റെ അടുത്തും വരും. കാരണം ശ്രീകാന്തിനെ ഭയന്ന് അവൾ എവിടെയോ മാറിയിരിക്കുക. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം ജീവിക്കാനായിട്ട് അവൾ വരും. നമ്മളെല്ലാവരും കൂടെ പഴയതുപോലെ ആ സന്തോഷമായ ജീവിതം ജീവിക്കുമേ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ടതും മാഷ് പറഞ്ഞു. ശരിയാണ് മോനെ, ഭേദ എവിടെയോ മറിഞ്ഞിരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിൽ അവൾ വരുമെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. അത് ഇവളോട് ഞാൻ പറഞ്ഞിട്ട് ഇവളുടെ തലയിലേക്ക് കയറുന്നില്ല. അതല്ലട മോനെ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. അമ്മ സങ്കടപ്പെടാതിരിക്കുക. അമ്മയുടെ കണ്ണ് നിറഞ്ഞ് എനിക്ക് സങ്കടമാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു. അതെ, സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. അമ്മേ, സമയം കഴിഞ്ഞു, വിസിറ്റേഴ്സ് സമയം കഴിഞ്ഞു.
അമ്മയും അച്ഛനും പൊയ്ക്കോളാൻ പറഞ്ഞു. മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലാതെ കരയുവാണ്. കമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കരഞ്ഞ മുഖത്തോടു കൂടിയിട്ടാണ് കമല അവിടെ നിന്ന് ഇറങ്ങുന്നത്. കമലയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാഷും കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിക്രത്തിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയെ കാണുമ്പോൾ, അമ്മ കരയുമ്പോൾ വിക്രത്തിൻ്റെ നെഞ്ച് പടയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേദയെക്കുറിച്ചുള്ള ഓർമ്മകളും. ഇതേ സമയത്ത് വേദ കിടക്കുമായിരുന്നു. വേദയ്ക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേന്ന് രാധികയുടെ വിളി. അമ്മ എനിക്ക് കുറച്ച് വെള്ളം വേണം, ദാഹിക്കുന്നുണ്ടെന്ന് 2-3 വട്ടം പറഞ്ഞിട്ടും വെള്ളം എടുത്തു കൊടുക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോഴേക്കും വേദ പതുക്കെ കർട്ട മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ രാധിക വെള്ളത്തിന് വേണ്ടി കിടന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സേതുലക്ഷ്മി അമ്മയെ മുറിയിലും കണ്ടില്ല. പെട്ടെന്ന് വേദ എഴുന്നേറ്റ് പോയി രാധികയ്ക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴത്തേനും രാധിക ചോദിച്ചു, അല്ല അമ്മ എവിടെയെന്ന് ചോദിച്ചു. ഇവിടെ കണ്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും, സാരമല്ലോ കുടിച്ചോളാൻ പറഞ്ഞു. പിന്നീട് രാധിക എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ പറഞ്ഞു, എഴുന്നേക്കണ്ട, സ്ട്രെയിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഹെവി ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ആളല്ലേ, കുഞ്ഞിനൊന്നും സംഭവിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് വേദ എന്ത് ചെയ്തു, രാധികയെ പുതപ്പൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് പുതപ്പിച്ചിട്ട് ഇപ്പുറം വന്നിരിക്കുകയാണ്. ഈ സമയത്ത് സേതുലക്ഷ്മി അമ്മ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അവർ കുറച്ച് ചായ മേടിക്കാനായിട്ട് ഫ്ലാസ്കൊക്കെ ആയിട്ട് പോയതാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനുമാണ് ഗുണ്ടകൾ അവിടേക്ക് വരുന്നത്. അവർ സേതുലക്ഷ്മി അമ്മയെ നോക്കി, എന്നിട്ട് ഫോണിനകത്തൊന്ന് വേദയുടെ ഫോട്ടോ എടുത്ത് കാണിക്കണം. എന്നിട്ട് ചോദിച്ചു, ഇവരെ അറിയാവോ എന്ന് ചോദിച്ചു. സേതുലക്ഷ്മി അമ്മ നോക്കി, എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ മലയാളിയാണെന്ന് ചോദിച്ചു. ആ അതെ മലയാളിയാ. അല്ല ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സേതുലക്ഷ്മി ചോദിച്ചു, അല്ല ഇവരെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. ഓഹോ, അപ്പം നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് അറിയാമല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മി പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറ. ആ അപ്പം നിങ്ങൾക്കറിയാം, അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് അരുണ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മാഡം എന്താന്ന് ചോദിച്ചു. സിസ്റ്ററെ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റിനെ വിളിക്കുക, ഇവരാണ്ടേ ഏതൊരു പെൺകുട്ടിയെക്കുറിച്ച് ഏതൊരു പേഷ്യൻറ്റിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുക, അവളെ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയത്ത് അണ്ണ സിസ്റ്റർ അവിടെ കിടന്ന് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വിളിച്ചലറുവാണ്. അപ്പോഴേക്കും അവന്മാർ പറഞ്ഞു, അവളിവിടെ ഉണ്ടെങ്കിൽ അവളെ ഞങ്ങൾ പൊയ്ക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, നിങ്ങളെ തരുൺ വേദാംഗ് എന്ന് പറഞ്ഞ ACP കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഒരു നിമിഷം അവന്മാരൊന്നും ഭയന്നു. അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഈ സമയത്ത് ഒച്ചപ്പാടും ബഹളവും കേട്ട് വേദ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേനും ഇവന്മാർ വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കേൾക്കുവാണ്. വേദ പെട്ടെന്ന് അങ്ങോട്ട് മാറി. ആ സമയം സേതുലക്ഷ്മി അമ്മ മുകളിലേക്ക് കയറി ഓടി പോവാണ്. സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് അരുണ സിസ്റ്ററോട് ചെന്താ ഇതേ ഇവരെ ഏതൊരു പേഷ്യൻറ്റിനെ തട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അവന്മാരെ പിടിക്കാൻ ഒരുങ്ങുവാണ്. അവന്മാർ ഓടുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ പിന്നാലെ ഓടി. അങ്ങനെ അരുണ സിസ്റ്ററും കൂടെ മുകളിലേക്ക് കയറി വന്നപ്പോഴത്തേനും വേദ ആകെപ്പാടെ ഭയന്ന് നിൽക്കുകയാണ്. ആ സമയം സേതുലക്ഷ്മി അമ്മ ചോദിച്ചു, മോളെ ആരാ വന്നത്, അവരൊക്കെ നിന്നെ എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു കരച്ചിലായിരുന്നു. വേദ പൊട്ടിക്കരയുമായിരുന്നു. സേതുലക്ഷ്മി അമ്മ അവളെ ചേർത്ത് പിടിച്ചു. വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മുറി വന്നിരുന്നിട്ട് വേദ തൻ്റെ കഥകളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അരുണ സിസ്റ്റർ പറഞ്ഞു, ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോ വേദയുടെ സഹോദരൻ, എന്നാലും ഇങ്ങനെ ഇത്തരം സഹോദരന്മാരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. സേതുലക്ഷ്മി പറഞ്ഞു, ഇത്തരക്കാരൊക്കെ ഉണ്ട്, എന്നാലും മോളെ നീ അവരെയൊക്കെ വിട്ട് ഇങ്ങോട്ട് എന്തിനാ വന്നേ? എല്ലാവരും എന്നോട് ചോദിച്ച ചോദ്യം അതാ. ശ്രേയ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇത്ര ദൂരം അവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്ന് അമ്മയ്ക്കറിയാലോ. എനിക്ക് പ്രതികാരം ചെയ്യണം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണം, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് തിരികെ പോകാനായിട്ട്. വെറുതെ അല്ല ഞാൻ വന്നിരിക്കുന്നത്, പ്രതികാരം ചെയ്യാനായിട്ടാണ്. വേണമെങ്കിൽ എനിക്ക് ആ സമയത്ത് അവിടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയായിരുന്നു, കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വിക്രത്തെ രക്ഷിക്കാൻ നോക്കായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രതികാരം ചെയ്യണം, വെറുതെ ഒന്നുമല്ല. ഞാനീ മറിഞ്ഞിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് തിരികെ പോകുക തന്നെ ചെയ്യും. പക്ഷെ എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ആയിരിക്കണമെന്ന് മാത്രം. അത് കേട്ടപ്പം സേതുലക്ഷ്മി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, തരുണിനോട് പറയാൻ കാര്യങ്ങളൊക്കെ, അവൻ നോക്കിക്കോളും. വേണ്ടമ്മേ, പിന്നെ അവൻ നല്ല ഒന്നാം തന്നെ ഒരു പോലീസ് ഓഫീസറാണ്, നിന്നെ സഹായിക്കാനായിട്ട് അവന് പറ്റും, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഇവിടെ എന്തോ ഒച്ചപ്പാടും വേളമൊന്നും കേട്ടാലും മോള് പുറത്തേക്കൊന്നും ഇറങ്ങിയേക്കരുത് കേട്ടോ, ഇന്ന് ഇറങ്ങിയതുപോലെ, അത് മോളുടെ ജീവൻ ആപത്താന്ന് പറഞ്ഞു. ഇല്ലമ്മേ, അവന്മാരെന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷം അടുത്ത പാർട്ടിലിടാം കേട്ടോ. ഞാൻ പറഞ്ഞ വീഡിയോസ് കുറച്ച് ലെങ്താണ്. ഇന്നാണ് വേദയുടെയും വിക്രത്തിൻ്റെയും കഥ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 1-2 ഭാഗങ്ങൾ എപ്പിസോഡ്സും കാര്യങ്ങളും ഞാൻ രാവിലെ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1, 2 പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അത് 3, 4 ഭാഗം പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത വിശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോ ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മറക്കാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങൾ ഇനി വരുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് തന്നെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.